ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ളത് ആർക്കും തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പറ്റി ഇന്ന കാര്യം ചെയ്തില്ല എന്ന് ആരും പരാതി പറയുന്നില്ല. അതാരും പറയൂല. കേരളത്തെ ചരിത്രം കണ്ടിട്ടില്ലാത്ത കടക്കണിയിലേക്ക് 10 വർഷം കൊണ്ട് എത്തിക്കാൻ സാധിച്ച കടകാര്യമന്ത്രി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. സർക്കാർ ഇന്ന കാര്യം ചെയ്തില്ല എന്നാരും പറയില്ല. ആദ്യം ഇവിടുത്തെ റോഡുകളെ എടുക്കാം. റോഡിലെ കുഴികളെ ന്യൂയോർക്ക് മോഡലാക്കി അതിനടുത്ത് മരുമോൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഫ്ലെക്സുകൾ നാട്ടി. ഹൈവേ മിനുങ്ങിക്കിടന്നാൽ അത് സംസ്ഥാന സർക്കാരിൻ്റേതെന്നും വിള്ളൽ വീണാൽ കേന്ദ്ര സർക്കാരിൻ്റേതെന്നും പറഞ്ഞ് ജനങ്ങളിലെ ആശയക്കുഴപ്പത്തെയും ആശങ്കയെയും ഇരട്ടിയാക്കി. റോഡിലെ കുഴിയിൽ വീണ് മരിച്ചാലും നടുവൊടിഞ്ഞാലും സീറ്റ് ബെൽറ്റിൻ്റെയും ഹെൽമറ്റിൻ്റെയും ഫൈൻ പിരിക്കാൻ പോരാളികളെ പോലെ പ്രവർത്തിച്ച മോട്ടോർ വാഹന വകുപ്പിനെയും ഈ സന്ദർഭത്തിൽ വിസ്മരിക്കാനാവില്ല. റൂം ഫോർ റിവർ പദ്ധതിയിലൂടെ ടാർ ഒട്ടിച്ച റോഡുകളെ കുതിർത്ത് അടർത്തി ലോകത്തെ ഞെട്ടിച്ച സർക്കാരിൻ്റെ കെ മോഡൽ അപാരതയെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഇനി ആരോഗ്യ മേഖല നമുക്കൊന്ന് പരിശോധിച്ചാലോ? ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്നും ചെയ്തില്ലെന്ന് പറയുന്ന ആളുകളുടെ വീട്ടിൽ രാത്രി 50 പ്രാവശ്യം കറണ്ട് പോകട്ടെ. അല്ലേ ബാലഗോപാലൻ ചേട്ടാ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം കടമെടുത്ത് പടുകൂറ്റൻ കെട്ടിടങ്ങൾ പലയിടങ്ങളിലായി പല ജില്ലകളിലായി പണിതു പൊക്കിയില്ലേ? ഒരു ദിവസം 5, 6, 7, 8 ഉദ്ഘാടനങ്ങൾ വീതം നടത്താൻ സാധിച്ചില്ലേ? വേണ്ട ഉപകരണങ്ങളോ ആവശ്യത്തിന് ഡോക്ടർമാരോ സ്റ്റാഫോ ഒന്നും ഇല്ലാതെ തന്നെ ആശുപത്രികൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തില്ലേ? ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കേടുപാടുകളൊന്നും സംഭവിക്കാതെയും എണ്ണത്തിൽ കുറവ് വരാതെയും സൂക്ഷിക്കുന്നതിനുള്ള അതിനൂതന മാർഗമായി രോഗികളുടെ വയറുകൾക്കുള്ളിൽ തന്നെ നിക്ഷേപിക്കുക, അവിടെ സൂക്ഷിക്കുക എന്ന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തി ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചില്ലേ? സർക്കാരിൻ്റെ ഉപകരണങ്ങൾ കൃത്യമായി അടിവയറുകളിൽ സൂക്ഷിച്ചു പോരുന്നവരോട് മാതൃകാപരമായിട്ടല്ലേ പെരുമാറിയത്? കൈക്ക് ചികിത്സ വേണ്ടവർക്ക് കാലിൽ കൊടുത്തും കണ്ണിൻ്റെ ചികിത്സ വേണ്ടവർക്ക് മൂക്കിൽ പണി കൊടുത്തും പുരുഷന്റെ വയറ്റിൽ ഗർഭപാത്രം വരെ സൃഷ്ടിച്ചും ആശുപത്രിയുടെ അന്തരീക്ഷം കൂടുതൽ രസകരവും കൗതുകമുണർത്തുന്നതും അത്ഭുതം കുറിക്കുന്നതുമാക്കിയില്ലേ? ഈ കണ്ട പണികളെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടും ഒട്ടും ക്ഷീണിതയാകാതെ കരിങ്കൊടി കണ്ടപ്പോൾ ഇടത്തേക്ക് ചാഞ്ഞ തൻ്റെ പെടലിയുമായി വകുപ്പ് മന്ത്രി ഇപ്പോഴും തുഴയുകയാണ്. താണകപ്പലിനെ ഒരു മുങ്ങിക്കപ്പലായി പുനരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ തിരയുകയാണ്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യം ഒട്ടും പറയേണ്ടതില്ലല്ലോ ബാലഗോപാലൻ ചേട്ടാ. വിദ്യാഭ്യാസം എന്ന വാക്കുപോലും വിദ്യാഭ്യാസം എന്ന് കൃത്യമായി ഉച്ചരിക്കാൻ കഴിയുന്ന മുതിർന്ന മലയാളി എന്ന നിലയിൽ തന്നെ വകുപ്പ് മന്ത്രി ആവശ്യത്തിന് അർഹനായി കഴിഞ്ഞു. മുണ്ട് മടക്കി കുത്താനും മിണ്ടി മുഷിപ്പിക്കാനും മിടുമിടുക്കനായ ആ മരതകത്തിൻ്റെ മൽപ്പിടുത്തങ്ങളെപ്പറ്റി ഞാൻ വാചാലയാകുന്നതിൽ പ്രസക്തിയില്ല, അതിൽ കാര്യമില്ല. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ഗതാഗത വകുപ്പിൻ്റെയും കള്ള് വകുപ്പിൻ്റെയും കറണ്ട് വകുപ്പിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എല്ലാം കാര്യങ്ങൾ ഓരോന്നെടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ ഇവരൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് പറയാനാവില്ല. അങ്ങനെ എല്ലാം ചെയ്ത് ആത്മസംതൃപ്തിയുടെ പരമോന്നതയിൽ പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുന്ന കസേരയിൽ തൂങ്ങികൾക്കായി വാദിക്കാൻ അനുയോജ്യനായ വ്യക്തി എന്ന നിലയിൽ കടകാര്യമന്ത്രിയെയും ഞങ്ങൾ അർഹമായ അംഗീകാരം നൽകി മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും ബിരിയാണി അല്ലെങ്കിൽ സദ്യ കഴിക്കേണ്ട, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കും, ഒരു ദിവസം ഒരു കഞ്ഞി കുടിച്ചേക്കാം, ഒരു മാറ്റം വേണമെന്നൊക്കെയുള്ള പ്രചരണം അല്ലാതെ ഈ കഞ്ഞി ഇപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ കഞ്ഞിയെപ്പറ്റി ഇപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിനോട് എനിക്കുള്ള വിയോജിപ്പ് കേട്ടോ, അത് ഞാൻ നേരിട്ടുള്ള എൻ്റെ ഒരു വിയോജിപ്പ് ആദ്യമേ അറിയിക്കുകയാണ്. ബിരിയാണി പോലുള്ള നല്ല ഭക്ഷണങ്ങൾ, പാവപ്പെട്ടവൻ്റെ പാർട്ടിയിൽപ്പെട്ടവരാണ് പറയുന്നത്, ബിരിയാണി പോലുള്ള നല്ല ഭക്ഷണങ്ങൾ വേണ്ട, കഞ്ഞി പോലുള്ള മോശം ഭക്ഷണങ്ങൾ മതി എന്നല്ലേ കടകാര്യമന്ത്രി പറഞ്ഞു വെച്ചത്. മന്ത്രിയുടെ കാഴ്ചപ്പാടിൽ ബിരിയാണി ആയിരിക്കും ആരോഗ്യകരമായ ഭക്ഷണം, നല്ല ഭക്ഷണം. പക്ഷെ എന്നെ പോലുള്ളവർക്ക് കഞ്ഞിയാണ് ഇഷ്ടം, ദഹിക്കാൻ എളുപ്പം കഞ്ഞിയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് കഞ്ഞി കുടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. മസാല കൊണ്ട് രസിപ്പിച്ച് ശരീരത്തിനെ കേടാക്കുന്ന ബിരിയാണിയെ എല്ലാ ദിവസവും 3 നേരമൊക്കെ കഴിച്ചാൽ ഞങ്ങളുടെ ആയുസ് കുറയും ബാലഗോപാലൻ ചേട്ടാ. തൽക്കാലം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബിരിയാണി ചെമ്പുകളെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി തന്നെ അങ്ങ് സൂക്ഷിച്ചു വെച്ചോ, ഞങ്ങളെ വെറുതെ തീറ്റിക്കാൻ നോക്കണ്ട. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് മാത്രമേ ഈ സാധാരണക്കാരുടെ കാര്യം ഇന്ന് ഉയർത്താനും ശബ്ദമുയർത്താനുമുള്ള അവസരമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. സാധാരണക്കാരെയല്ല, പാവപ്പെട്ടവരെ സൃഷ്ടിക്കുക, എന്നിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കുക, തുടർ ഭരണത്തിന് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുക, ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതല്ലേ നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഒരു തൊഴിലവസരത്തിനുള്ള എന്തെങ്കിലും പദ്ധതികൾ നിങ്ങൾ കൊണ്ടുവന്നോ? ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലവസരങ്ങളെ, സാഹചര്യങ്ങളെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതിന് സാധിച്ചോ? ഒന്നും ചെയ്യാതിരുന്നിട്ട് പൊട്ടും എന്നായപ്പോൾ ജനങ്ങളെ സേവിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് ഈ പ്രകടനത്തിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യം കൈകാര്യം ചെയ്ത് ആ വകുപ്പിന്റെ പേര് തന്നെ കടകാര്യം എന്നാക്കിയ സാമ്പത്തിക വിദഗ്ധൻ ആരോട് എവിടെ നിന്നാ സംസാരിക്കുന്നത് എന്നുകൂടി ആലോചിച്ചാൽ കൊള്ളാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജനക്ഷേമത്തിനാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ കാശിന് തിന്ന് ശൗചാലയത്തിനും ജോലി ഉണ്ടാക്കി അന്തരീക്ഷ മലിനീകരണവും നടത്തി. അത് ഓർമ്മയുണ്ടോ? കടക്കണിയിൽ നട്ടം തിരിയുന്നതിൻ്റെ ഇടയ്ക്കും കോടികൾ ധൂർത്തടിച്ച് അയ്യപ്പ സംഗമം നടത്തിയത് ആരുടെ കെയർ ഓഫിലുള്ള വിശ്വാസികളുടെ സ്പെഷ്യൽ വിശ്വാസം സംരക്ഷിക്കാനായിരുന്നു ബാലഗോപാലൻ ചേട്ടാ? അയ്യപ്പനെയും വെറുതെ വിട്ടില്ല, അയ്യപ്പൻ്റെ സ്വർണവും വെറുതെ വിട്ടില്ല. വീണ്ടും വീണ്ടും ലോൺ എടുക്കും, അതിൻ്റെ ഒരു ചെറിയ ഭാഗം ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കും, ബാക്കി പിന്നെയും നിങ്ങൾ ധൂർത്തടിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടും നാട്ടുകാർക്ക് ബിരിയാണി വിളമ്പാൻ നടക്കുക. വിലവർധന നിയന്ത്രിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു കടകാര്യമന്ത്രി? മദ്യം ഒഴുക്കാൻ ജംഗ്ഷൻ തോറും പെർമിറ്റ് കൊടുത്തതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ? കരാർ പണികളിലെ അഴിമതി, പിൻവാതിൽ നിയമനം, പ്രളയ ഫണ്ട്, രക്തസാക്ഷി ഫണ്ട്, ഈ വക കാര്യങ്ങളിലൊന്നും ജനങ്ങൾക്ക് യാതൊരു പരാതിയും ഇല്ല അല്ലേ മന്ത്രി? ജനക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ തള്ളിമറിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ IAS ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും പറയണ്ട, ഇപ്പോഴത്തെ ഖജനാവിലോട്ടൊന്ന് നോക്കിയാൽ മതിയല്ലോ അവസ്ഥ അറിയാൻ. മരപ്പട്ടിമൂത്രമാണോ പൂച്ചയുടെ പേർ മഹോത്സവമാണോ അവിടെ നടക്കുന്നതെന്നൊക്കെ അങ്ങോട്ടൊന്ന് നോക്കിയാൽ അറിയാം. അരിയും തിന്ന് എല്ലാവരെയും കടിച്ചിട്ട് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ കാര്യം. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് തരാനുള്ള ദുരിതം എല്ലാം തന്നിട്ട് വോട്ട് തരാത്ത ജനങ്ങൾ തെറ്റുകാരാണ് എന്നാ പറഞ്ഞു വെക്കുന്നത്. പിന്നെ മന്ത്രി, നിങ്ങൾ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ തിരുത്തുകയാണ്. ജനങ്ങൾ നന്ദികേട് കാണിച്ചു, എല്ലാം കൈപ്പറ്റിയിട്ട് നന്ദികേട് കാണിച്ചു എന്ന് പലരും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തെങ്കിലും നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്, അത് ഞങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് ബാക്കി തള്ളും കൊണ്ട് മന്ത്രി പുങ്കവൻ ചെലവാകുന്നിടത്തോട്ട് ചെല്ല്.